ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമുക്ക് ജിമ്മിൽ പോണവർക്ക് എരുമപ്പാൽ കുടിക്കണോ അതോ പശുമ്പാൽ കുടിക്കണോ ബെസ്റ്റ് എന്ന് നോക്കിയാലോ. എന്റെ ഈ ബാക്കിൽ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുറ ഇനത്തിൽപ്പെട്ട നല്ലൊരു എരുമ കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഫസ്റ്റ് നമുക്ക് ഫാറ്റ് കണ്ടന്റ് നോക്കാം. എരുമപ്പാലിന്റെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 7.97% ആണ്. പശുമ്പാലിലാണെങ്കിൽ അത് 6.57% ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോൾമാനും അതേപോലെ തന്നെ അർണോൾഡും സീബും ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എരുമപ്പാലാണ് കുടിക്കേണ്ടത്, പശുമ്പാലല്ല. പശുമ്പാൽ കുടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞ് സെറ്റ് ആവാൻ ആഗ്രഹമുള്ളവരാണ് പശുമ്പാൽ കുടിക്കേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എരുമപ്പാൽ ഫാറ്റ് കണ്ടന്റ് മാത്രമല്ല കേട്ടോ, കലോറിയും കാൽസ്യം പ്രോട്ടീനും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എരുമപ്പാലിലാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാൽ എടുക്കുകയാണെങ്കിൽ അത് പശുമ്പാലാണെങ്കിൽ 150 കലോറിയാണ് ഉണ്ടാവുക, അത് എരുമപ്പാലാണെങ്കിൽ 250 കലോറിയാണ് ഒരു ഗ്ലാസ്സിൽ ഉണ്ടാവുക. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടാവണമെങ്കിലും അതേപോലെ തന്നെ നിങ്ങളെ മസിൽ അതേപോലെ തന്നെ ബോൺ സ്ട്രെങ്ത് ഒക്കെ കൂടുതൽ വേണമെങ്കിൽ എരുമപ്പാലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എരുമപ്പാലിന്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമപ്പാല് നല്ല വെള്ള കളറാവും, പക്ഷെ പശുമ്പാൽ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലുള്ള വെള്ള കളറാവും ഉണ്ടാവുക. പിന്നെ ഈ പ്രായം തികയാതെ ജനിച്ച കുട്ടികൾക്കൊക്കെ നമ്മൾ പശുമ്പാൽ കൊടുക്കാനായിട്ട് നല്ലത് നമ്മൾ എരുമപ്പാൽ കൊടുക്കണം. പിന്നെ അതേപോലെ ഉറക്കം കിട്ടാത്തവർക്ക്, അതായത് രാത്രിയിൽ ഉറക്കം കിട്ടാത്തവർക്ക് രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് എരുമപ്പാൽ കുടിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും രാത്രി. പിന്നെ നമുക്ക് ഈ ഒരു എരുമപ്പാൽ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ആയിട്ട് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുക. പക്ഷെ പശുമ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുടിച്ചതിന് ശേഷം നമ്മുടെ ശരീരമാണ് ആ പാല് പിന്നെ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ എരുമപ്പാല് വെള്ളത്തിന്റെ അളവ് കുറവും അതേപോലെ തന്നെ നല്ല കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ തൈര് പിന്നെ അതുപോലെ നെയ്യൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എരുമപ്പാൽ തന്നെയാണ്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ എരുമപ്പാലിന്റെ ലഭ്യത വളരെയധികം കുറവാണ്. അപ്പൊ ഈ വീഡിയോ റീച്ച് ആവുന്നതോടുകൂടിയിട്ട് ജിമ്മന്മാർക്കിടയിൽ എരുമപ്പാലിന്റെ ഡിമാൻഡ് വളരെയധികം കൂടും. അപ്പോൾ ഒരു എരുമ ഫാം തുടങ്ങാനുള്ള സെറ്റ് കൂടി നോക്കിക്കോളി. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു എരുമ ഫാം തുടങ്ങേണ്ടതെന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരാം. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വെറുതെ ഇരിക്കുന്നവർക്ക് കഴുതപ്പാൽ കുടിക്കണോ അത് ആട്ടുംപാൽ കുടിക്കണോ ബെസ്റ്റ് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഫോളോ ചെയ്തിട്ട് പോയിക്കോളെ.